പാർട്ടി പൂർണ്ണമായും സഖാവ് പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലായി. പിണറായി വിജയൻ്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ ആകെ മാറ്റം വന്നു. ഒരു ആദർശത്തിൻ്റെ പരിവേഷമാണെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ അതിൻ്റെ വലിയൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മരുമകൻ കോർപ്പറേഷൻ്റെ വാർഡിൽ മത്സരിച്ച് തോറ്റയാളെ MLA ആക്കി. ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാക്കി. പിണറായി വിജയനെ പോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും തൃപ്തിപ്പെടുത്തിയാലേ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം സുരക്ഷിതമാകുമെന്ന ഒരു ബോധത്തിലേക്ക് മന്ത്രിമാരെത്തി. ഇന്ന് CPM-ൻ്റെ പോളിംഗ് ബ്യൂറോയിൽ പിണറായി വിജയൻ്റെ അഭിപ്രായങ്ങളെ എതിർക്കാൻ ശക്തിയുള്ള മെമ്പർമാരില്ല. ചോദിക്കാൻ വേറെ ആരുമില്ല. VS മരിച്ചു കഴിഞ്ഞു. VS-നോട് അന്നവരെല്ലാം പുറത്തു. കണ്ണേക്കറിലെ VS എന്നെ വിളിക്കുമ്പോൾ ഇതെന്താ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വ്യക്തിപരമായി പണം വയ്ക്കുമ്പോൾ ഇത് വ്യക്തിപൂജ പാടില്ല എന്ന് ശക്തമായി എതിർത്താണ്. ഇപ്പോൾ പിണറായി വിജയനെ വിളിച്ച് തിരുവാതിരക്കളി, സ്തുതിഗാനങ്ങൾ, കാരണഭൂതനാണ്, ഇതെല്ലാം വളരെ ആസ്വദിച്ച് രസിച്ച് പാർട്ടിക്കകത്ത് പിണറായി വിജയൻ്റെ ആളായാൽ എന്തും ചെയ്യാം. വലിയൊരു വിഭാഗം CPM-ൻ്റെ അണികളിൽ തന്നെ ഈ സർക്കാരിൻ്റെ ചെയ്തത് ഇതൊന്ന് സഹിച്ച് ഇതൊന്ന് പോയാൽ മതി, ഈ സർക്കാരിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഭരണമില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള രൂപത്തിലേക്ക്